മനുഷ്യന് പാർക്കുവാൻ വേണ്ട എല്ലാ ചുറ്റുപാടുകളും ഒരുക്കിയ ശേഷമാണ് ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ ആക്കിയത്. പകൽ അധ്വാനിക്കുവാനും രാത്രി വിശ്രമിക്കുവാനുമാണ് മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ മനുഷ്യനാകട്ടെ രാത്രിയെയും പകലാക്കി അധ്വാനിക്കുവാൻ വേണ്ടി ശ്രമിക്കുവാൻ ആരംഭിച്ചു. പകലത്തെ അധ്വാനം കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന് ഒരു വിശ്രമം ആവശ്യമാണ്. സത്യത്തിൽ ശരീരത്തിന് മാത്രമാണോ മനസ്സിനും വിശ്രമം ആവശ്യമല്ലേ? ശരീരം വിശ്രമിക്കുമ്പോഴും മനസ്സ് വിശ്രമിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പകലത്തെ അധ്വാനത്തിൽ നിന്ന് ശരീരത്തിന് വിശ്രമത്തിനു വേണ്ടിയാണ് രാത്രിയിൽ നാം കിടക്കയിലേക്ക് പോകുന്നത്. എന്നാൽ ശരീരത്തിന് നൽകുന്നത് പോലെ മനസ്സിനൊരു വിശ്രമം കൊടുക്കുവാൻ നാം ഒരിക്കലും തയ്യാറാകാറില്ല. കഴിഞ്ഞ മണിക്കൂറുകളിൽ ജീവിതത്തിൽ വന്ന പ്രവൃത്തികൾ, വാക്കുകൾ, ഇവയിലുണ്ടായ ശരിതെറ്റുകൾ, എന്തെല്ലാം കാര്യങ്ങളാണ് രാത്രിയിൽ കിടക്കയിലും നമ്മുടെ മനസ്സിലേക്ക് നാം കടത്തിവിടുന്നത്. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ പുതുതായി ഉണ്ടാകുന്ന പുതിയ ദിവസത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റേണ്ട കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങൾ, ഇങ്ങനെയുള്ള എത്ര ചിന്തകളാണ് മനസ്സിനെ പലപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരീരത്തിന് വിശ്രമമുണ്ടെങ്കിലും മനസ്സിന് ഒരു വിശ്രമവും പലപ്പോഴും ലഭിക്കാറില്ല. പ്രത്യേകിച്ച് യുദ്ധത്തെ പറ്റിയുള്ള വാർത്തകൾ കേട്ടപ്പോൾ മുതൽ മനസ്സിന് ജോലി കൂടി എന്നുള്ളതാണ്. നാളെയെപ്പറ്റിയുള്ള അമിതമായ ചിന്തകൾ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമിതമായ ചിന്തകളാകട്ടെ ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ലാത്തവയുമാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ ആരും ആരെയും കുറ്റപ്പെടുത്തരുത്. കാരണം നാം മനുഷ്യരാണ്. ഈ യുദ്ധം നീണ്ടുപോയാൽ, ജോലി നഷ്ടമായാൽ, ശമ്പളം ലഭിക്കാതെ പോയാൽ, കുടുംബത്തിന്റെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ട എത്രയെത്ര സംവിധാനങ്ങളാണ് ഇതുമൂലം മുൻപോട്ട് പോകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇവയെ ഓർത്ത് നമ്മുടെ മനസ്സിനെ നാം പലപ്പോഴും അമിത ചിന്തകളാൽ അലട്ടാറുള്ളത്. ഒരർത്ഥത്തിൽ ഏതൊരാളും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. പക്ഷേ അമിതമായ ചിന്ത മൂലം ഇവകളൊന്നും പരിഹരിക്കപ്പെടുന്നതുമല്ല. അമിതമായ ചിന്തകൾ മൂലം സ്വസ്ഥതയോ ആരോഗ്യമോ ലഭിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അത് നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുകയും നമ്മുടെ ശരീരത്തെ ദുരിതങ്ങളിലേക്കും രോഗങ്ങളിലേക്കും കൊണ്ടുപോകും എന്നുള്ള കാര്യം കൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ചെറിയ വിഷയത്തെപ്പറ്റി ചിന്തിക്കാൻ ആരംഭിച്ച് എത്രയെത്ര ദുരന്തങ്ങളിലേക്കാണ് നാം അതുമൂലം കടന്നു പോകുന്നത്. അമിതമായ ചിന്ത ജീവിതത്തിന് സ്വസ്ഥത നൽകുന്നതിനേക്കാൾ കൂടുതൽ സംശയങ്ങളിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു പറഞ്ഞത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്തുകൊണ്ടെന്നാൽ വിചാരപ്പെടാൻ നമുക്കൊരു ദൈവമുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. വിചാരപ്പെടുന്നതിനാൽ നമ്മുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും എന്നാണ് ക്രിസ്തു ചോദിച്ചത്. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം എത്ര കൃത്യമായിട്ടാണ് ചമയിക്കുന്നത്. അങ്ങനെ ദൈവം അവയോട് ചെയ്യുന്നെങ്കിൽ തന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നമ്മെ ദൈവം എത്രയധികം സൂക്ഷിക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം അറിയുന്ന ദൈവം നമ്മെ ഓരോ ദിവസവും വഴി നടത്തുവാൻ ശക്തനാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988202957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.